ആമേൻ. ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരും ധാരാളം തിരുവചനം, പ്രബോധനങ്ങൾ, സങ്കീർത്തനങ്ങൾ, പാട്ടുകൾ, ആരാധന മുഴുവനും ദൈവനാമ മഹത്വത്തിനായി തീരുവാനിടയാകട്ടെ. ആലോചനകൾ കർത്തരുടെ വചന ധ്യാനങ്ങളെല്ലാം നമുക്ക് ഭക്തി വിരുത്തിക്കും, നമുക്ക് കർത്തരുടെ നാമത്തിക്ക് മഹിമ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ജപത്തോടെ നമുക്ക് കർത്തരുടെ സമുദ്രത്തിൽ ഇരുപ്പാം. ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി 50-ാം സങ്കീർത്തനം 22-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സംഗീതം 22-ാം വചനത്തെ വാസിക്ക് കേൾപ്പാം. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിനായി നന്ദി ചെലുത്തുന്നു. നീതിമാനായ ദൈവം പല മുന്നറിയിപ്പുകൾ നമുക്ക് തരും. നീതിമാനായ ദേവൻ നമുക്ക് മുൻ ആലോചനയെ തന്നിരിക്കുന്നു. ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് കാലവേളയിലും ഉങ്ങളോട് പേസുകിற ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ദേവൻ തരുகிறதான മുൻ എച്ചരിപ്പുകളെ നാം തള്ളിവിടக்கூடாது. അത് നമ്മളെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ളതാണ്. നാം அதை കൈക്കൊള്ള വേണ്ടിയത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ வாழ்க்கையிலே தேவன் अनेक காரியங்களை செய்ய அவர் விரும்புகிறார். കേവലം കേട്ടു പോകുന്നവരായിട്ട് നാം இந்த இடத்திலே வந்து கேட்டுவிட்டு போவதற்கல்ல, അറിഞ്ഞിട്ട് പോകുന്നതല്ല, இந்த இடத்திலே கேள்வி கேட்டுட்டு போவதற்கல்ல, അനുഭവിച്ചറിയണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. കർത്തർ നമ്മെ അനുഭവിக்க வேண்டும் என்று വിരുമ്പുகிறார். തിരുവചനം സത്യമാണ്. കർത്തരുടെ വചനം ഉണ്മയുള്ളത്. അത് നമ്മൾ വിശ്വസിക്കാനുള്ളതാണ്. அதை நம்ப வேண்டிய வசனம். അത് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ളതാണ്. அதை நாம் கைக்கொள்ள வேண்டும். തുടക്കത്തിലേ ഞാൻ പറയട്ടെ, நாங்கள் பேசுகிறோம். ഒരുപക്ഷെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കൊന്ന് വരണം, പക്ഷെ ഡ്യൂട്ടി ആയിപ്പോയി, ഡ്യൂട്ടി ഇല്ലാത്ത സമയം നോക്കി വരാം എന്ന് പറയുന്ന അനുഭവം നമുക്കുണ്ട്. வாழ்க்கையிலே சில நேரங்களில் வேலைகள் இருக்கிறது, வேலை இல்லாமல் இருக்கிற காரியங்களும் உண்டு. അങ്ങനെ നമ്മൾ ആ ഒരു അവസരം കിട്ടുമ്പോൾ ഓടി വരുന്ന രീതിയാണ് നമുക്കുള്ളത്. அந்த நேரத்திலே நாம் ஆராதனைக்கு வருகிறதாக நாம் കാണപ്പെടുന്നു. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ അതിനു മുൻപ് അതിനേക്കാൾ പ്രാധാന്യം, എന്റെ കർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരു അവസരം, പക്ഷെ ജോലി ഇല്ലാതിരിക്കാൻ ഒക്കത്തുമില്ല, ജോലിക്ക് പോയേ ഒക്കത്തുള്ളൂ, എന്നാൽ സ്വർഗം ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് നമ്മളത് കരസ്ഥമാക്കിയാൽ അതൊരു വലിയൊരു അനുഗ്രഹം. ഉലകത്തിലെ നമുക്ക് ഉലക പ്രകാരமான வேலைகள் இருந்தாலும் அந்த வேலைகளை மாற்றிவிட்டு கர்த்தருடைய சமூகத்திலே ஜெபித்து, ஆண்டவரே நாம் ஆராதிப்பதற்கு நான் வர வேண்டும் என்று சொல்லி விரும்புகிறவர்களுக்கு ஆண்டவர் வழிகளை திறந்து கொடுக்கிறார். ഒരു രോഗമായിരിക്കാം, എന്നാലും എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ஒருவேளை நம்ம சரீரத்திலே பலகீனமும் வியாதியும் காணப்பட்டிருந்தாலும் ஆண்டவரிடத்திலே சொல்ல வேண்டும், ஆண்டவரே நான் உம்மை ஆராதிக்க வேண்டும். അപ്പോൾ അതിനൊരു മുൻസ്ഥാനം നമ്മൾ കൊടുക്കുമ്പോൾ, அதுக்கு நீ முக்கியத்துவம் கொடுக்கும்போது, സ്വർഗ്ഗം അതിന്മേൽ സൗഖ്യം തന്നെങ്കിൽ, പരലോകം ഉനക്ക് സുഖത്തെ തരും, തന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വാസം വർദ്ധിക്കാനിടയാണ്. പരലോകം ദേവൻ ഉനക്ക് സുഖത്തെ കട്ടളിടുവാനാണ് നമ്പിക്കൈ പെരുകും. അയ്യോ, എന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗ്ഗം മറുപടി തന്നല്ലോ എന്നുള്ള ആ സന്തോഷത്തോടെ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ആളും അറിയ അനുഭവം ഉണ്ടാകും. നാം ജപിക്കും പൊഴുത് അതற்கு தேவன் பதில் தரும் பொழுது, சுகம் தரும் பொழுது, அவன் தேவனை நம்மை அறியாமலே தேவனை ஆராதிப்போம். അതുകൊണ്ട് സാഹചര്യം നോക്കി ആരാധിക്കുന്നതിനേക്കാൾ അതിനെ വെട്ടിപ്പിടിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. சூழ்நிலைகளை ஸ்தோத்திரம் ஹல்லேலூயா நினைத்து நாம் ஸ்தோத்திரம் ஹல்லேலூயா சிந்திப்பதை விட தேவனுடைய சமூகத்திலே வந்து தேவனை ஆராதிக்கிறது மிகவும் ஆசீர்வாதமானது. എന്ത് സാഹചര്യമാണോ ആ സാഹചര്യത്തിലും ആ ദൈവത്തെ ഉയർത്തുന്ന ഒരു അനുഭവം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. எந்த சூழ்நிலையிலும் எக்காலத்திலும் கர்த்தரை மகிமைப்படுத்துகிறது நமக்கு நல்லது. അതൊക്കെയാണല്ലോ പഴയ നിയമ ഭക്തന്മാരും അല്ലെങ്കിൽ പുതിയ നിയമത്തിലുള്ളവരും കാരാഗ്രഹത്തിലും ഒക്കെ അവർ ആരാധിക്കുന്ന കാര്യത്തിൽ താല്പര്യം കാണിച്ചു. அதைத்தான் நாம் வேத புத்தகத்திலே பழைய ஏற்பாட்டிலும் புதிய ஏற்பாட்டிலும் சிறைச்சாலைகளிலும் வேதனைகளிலும் கடந்து போனவர்களை குறித்து அவர்கள் ஆராதிக்கிறதை நாம் பார்க்கிறோம். അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വന്നവർ
നമുക്കൊരു അകത്തൊരു ബലമുണ്ടാകണം. ഞാൻ ചിലത് പ്രാപിക്കും. ஆமே ஸ்தோத்திரம். ஆராதனைக்கு வந்த தேவனுடைய பிள்ளைகளே, நான் ஒரு நன்மையை பெற்றுக்கொள்வேன் என்கிற ஒரு தைரியம், நமக்கு விசுவாசம் வேண்டும். ആ പ്രതീക്ഷയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. அந்த எதிர்பார்ப்போடு கூட வந்து தேவனை ஆராதிக்கிறவர்களை தேவன் ஆசீர்வதிப்பார். അത് അങ്ങനെ സംഭവിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? அப்படியே நம்புகிறவர்கள் கரங்களை உயர்த்தி നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. നാം രക്ഷിക്കപ്പെട്ടവരാ. നമ്മൾ ദൈവത്തെ അറിയുന്നവരാ. ദേവനെ അറിഞ്ഞിരിക്കുന്നവരാ. ദൈവവചനം ഏറ്റെടുക്കുന്നവരാ. വചനത്തെ കൈക്കൊള്ളുന്നവരാ. എങ്കിൽ ആ ദൈവത്തോട് നമ്മൾ ആത്മാർത്ഥമായി പറയുന്ന വിഷയങ്ങളിന്മേൽ ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഉണ്മയാകவே നാം കർത്തരുടെ സമൂഹത്തിലെ കൈക്കൊള്ളുகிறவர்களை ദേവൻ അംഗീകരിக்கிறார் என்று എത്ര പേർ നമ്പുகிறீர்கள்? അങ്ങനെ തന്നെ സംഭവിക്കണം. ഒരാൾക്കെങ്കിലും ഒരു വിഷയത്തിന് വിടുതൽ പ്രാർത്ഥിച്ചത് കിട്ടി എന്ന് പറഞ്ഞു ഏറ്റവും വലിയ സാക്ഷ്യം. நடக்க வேண்டும், அப்படி ஆமென் கிடைத்திருக்கிறது என்று நம்புகிறவர்கள் அவர்கள் சொல்கிறதான் உண்மையான சாட்சி. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, അത് അങ്ങനെ സംഭവിക്കണം. ഇവിടെ ഇരിക്കുന്നവരിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ஆமென் சகோதரா, அது உண்மையாகவே நடக்க வேண்டும். அந்த ஆமென் சகோதர கிரியைகள் இந்த இடத்திலும் ஜனங்கள் மேல் வெளிப்படும். കഴിഞ്ഞ വെള്ളിയാഴ്ച ദൈവവചന ശുശ്രൂഷയുടെ നടുവില് ஆமென் சகோதரா, கழிந்த வெள்ளிக்கிழமை ஆமென் சகோதர மலையிலே கர்த்தருடைய பிரசംഗ நேரத்திலே ആ സമയത്ത് ദൈവാത്മാവിനോട് പറഞ്ഞു ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ஆமென் சகோதரா, அந்த நேரத்திலே பரிசுத்த ஆவியானவர் ஏவினார் எனக்காக ஜெபிப்பதற்காக. അപ്പോൾ പെട്ടെന്ന് തന്നെ ദൈവാത്മാവ് പറഞ്ഞതുകൊണ്ട് പ്രാർത്ഥിക്കാനിടയായി. ஆமென் சகோதரா, ஆவியானவர் என்னோடு சொன்னபடியே நான் ஜெபித்தேன். ഇദ്ദേഹത്തെ കട്ടിലേൽ ഒരേ രീതി കിടത്തിയൊക്കെ എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥ കാണിക്കാനിടയായി. நான் படுக்கையிலே கிடக்கிறதை பரிசுத்த ஆவியானவர் காண்பித்தார். അത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളില് സ്തോത്രം പുറകിൽ നിന്ന് വണ്ടിയെ വന്ന് മറ്റൊരു വാഹനം ഇടിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വിളിച്ചു പറയാനിടയായി. திடீரென்று என் பின்னாலே வந்த வண்டி பஸ் കാറിൽ ഇടിത്തത് ഉടൈന്തത് കാർ. പെട്ടെന്ന് പുറകിലിടിക്കുമ്പോൾ അറിയാതെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ആളിന്റെ തല തീർച്ചയായിട്ടും അങ്ങ് വല്ലാതായി പോകത്തില്ലേ? പിന്നാലെ ഇടിത്താൽ ഒരു വണ്ടി വാഹനം ഓട്ടുകളുടെ നിലമ എന്നമാകും എന്ന് നമുക്ക് தெரியும். പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ശക്തമായ ഇടി വരുമ്പോൾ കഴുത്തിനായിരിക്കും ഏറ്റവും എഫക്റ്റ് വരുന്നത്. അവൻ ചിന്തിക്കാത്ത നേരത്തിൽ இப்படி ഒരു അപകടം സംഭവിക്കും പൊழுது കഴുത്ത് സ്തോത്രം പിന്നോട്ട് കിടക്ക വിട്ട് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടാകും. പിൻപ് സ്തോത്രം അല്ലേലൂയ നാം കിടക്കയിൽ ആകി വിടുവോ. എന്നാൽ ഒരു പോറൽ പോലും ഉണ്ടാകാതെ ഇന്നിവിടെ നിർത്താനിടയായത് ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാണ്. സ്തോത്രം എന്ത ഒരു സ്തോത്രം അല്ലേലൂയ പ്രശ്നങ്ങളും ഇല്ലാതപടി കർത്തർ എന്നെ இந்த இடத்திலே நிறுத்தியிருக்கிறது. கர்த்தருடைய கிருபை ஒன்று மாத்திரம். അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന ദൈവജനമേ, ആമേൻ സ്തോത്രം, இந்த இடத்துல வந்திருக்க தேவனுடைய பிள்ளைகளே, കേട്ടേച്ചു പോകുന്നതല്ല, ചിലത് അനുഭവിച്ചിട്ട് പോകണം. ആമേൻ സ്തോത്രം, കേട്ടു വിട്ടു പോവதற்கല്ല, നാം അനുഭവിക്ക வேண்டும். ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് ഒരു ഭക്തൻ പറഞ്ഞതിന്റെ ആഴം അത് അപ്രകാരം സംഭവിക്കുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആമേൻ സ്തോത്രം, ഭക്തൻ சொல்லுகிறான், நானும் என் குடும்பமோ கர்த்தரையே சேவிப்போம் என்கிறதான ஆழத்தை நாம் அறிய வேண்டும். Praise the Lord. Hallelujah. അതുകൊണ്ട് വായിച്ച വേദഭാഗത്തിൽ ഞാൻ കടന്നു വരട്ടെ. ആമേൻ സ്തോത്രം, വചനങ്ങളിലേക്ക് വരുவோம். നീതിമാനായ ദൈവം മുന്നറിയിപ്പുകൾ തരും. ആമേൻ, നീതിമാനായ ദേവൻ മുൻ ആലോചനകളെ തരുகிறார். ആ അറിയിപ്പിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്താൽ, അത് വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ അതൊരു അനുഗ്രഹമാണ്. ആമേൻ സ്തോത്രം, അവർ ചൊല്ലുகிறதான ആലോചനയെ നാം കൈകൊണ്ട് മുന്നോക്കി ചെന്നാൽ അത് ആശീർവാദമായി இருக்கும். ബൈബിളിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, മലാക്കി 4-ാം വാക്യം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ஆமென். மல்கியா தீர்க்கதரிசியின் புத்தகம் 4ஆம் அதிகாரம் முதல் வசனத்திலே சொல்லுகிறது, அவன் எரிகிற சூளை போல எரிகிற நாள் வரும். அப்பொழுது அகங்காரிகள் யாவரும் அக்கிரமம் செய்கிற யாவரும் துரும்பாய் இருப்பார்கள். வரப்போகிற அந்த நாள் அவர்களை சுட்டெரிக்கும். அது அவர்களுக்கு வேரையும் கொப்பையும் வைக்காமற் போகும் என்று സേനകളിൻ കർത്താവ് சொல்லுகிறார். ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അങ്ങനെ ഒരു കാലം വരും. ആമേൻ. அப்படி ஒரு சூழ்நிலை இந்த பூமியில வரும். സകലരും താളടിയായി പോകും. ആമേൻ സ്തോത്രം, എല്ലാവരും തുരുമ്പை പോലാകി പോടുവാர்கள். വേരും കൊമ്പും ശേഷിപ്പിക്കാതെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഒന്നുമേ സ്തോത്രം ഹല്ലേലൂയ നിലനിൽക്കാതപടി അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആരാ പറയുന്നേ? സൈന്യങ്ങളുടെ യഹോവ. ഉറക്കെ സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. സൈന്യങ്ങളുടെ യഹോവ
ആമി കള്ളം പറയത്തില്ല. தேவனாகிய கர்த்தர் பொய் சொல்லுகிறவர் அல்ல. അതങ്ങനെ സംഭവിക്കാനുള്ളതാ. அப்படியே நடக்கும் அது. അത് കേട്ടിട്ടും അതിനെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു സംഭവം നടക്കാതെ പോകത്തില്ല. ஆமென் ஸ்தோத்திரம். தேவனுடைய பிள்ளைகளே, வார்த்தையை கேட்டு விசுவாசித்து ஏற்றுக்கொள்ளாவிட்டாலும் ஆமென் ஸ்தோத்திரம், பாலையில் அந்த காரியம் நடந்தே தீரும். ആദ്യാഗമത്തിലൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, വായിക്കാൻ സമയമില്ലാത്തോടെ ഞാൻ വിടുന്നു. ആമി സോദോം ഗോമോറയ്ക്കെതിരെ ദൈവം കൽപ്പിച്ചത് അതുപോലെ സംഭവിപ്പാനിടയായി. ஆமென் ஸ்தோத்திரம். சோதோம் கோமோரா என்கிற ரெண்டு பட்டணங்களுக்கு நேரிட்டதான சம்பவங்களை ஆதியாகம புத்தகத்திலே நாம் வாசிக்கிறோம். ആമി മനുഷ്യന്റെ ദുഷ്ടത അധികമായെന്ന് പറഞ്ഞപ്പോൾ നോഹ 120 വർഷം ആമി പ്രസംഗിച്ചത് ഏറ്റെടുക്കാത്തവർക്ക് വെള്ളത്താൽ അവരെ കൊല്ലാനിടയായി. ஆமென் ஸ்தோத்திரம். உலகத்தின் கர்த்தருடைய வார்த்தைகளுக்கு கீழ்ப்படியாதபடி ஆமென் வாழ்ந்து கொண்டிருந்த ஜனங்களை நோவாவின் காலத்திலே ஜலப்பிரளயத்தினால் அழிக்கப்பட்டு போனார்கள். ലോത്തിനോട് ദൈവം പറയുമ്പോൾ ആമി തിരിഞ്ഞു നോക്കരുത്, ആമി അടുത്തുള്ള പർവ്വതത്തിലേക്ക് പോകാൻ പറയുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കിയവർക്ക് സംഭവിച്ചത് നമുക്കറിയാം. ஆமென். லோத்துவை பார்த்து தேவன் சொல்கிறார், லோத்துவே நீ பின்னோக்கி பார்க்காதே, ரட்சிக்கப்படுவதற்கு நீ ஓடிப்போ முன்னோக்கி என்று. പറഞ്ഞ വാക്കിനെ അംഗീകരിക്കാതെ തിരിഞ്ഞു നോക്കിയവർക്ക് എന്താ സംഭവിച്ചത്? ஆமென் ஸ்தோத்திரம். அது கீழ்ப்படியாதவருடைய பின்னோக்கி பார்த்தவருடைய நிலைமை என்ன? അത് ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായി എന്ന വചനം വായിക്കുന്നു. லோத்தினுடைய மனைவி உப்பு தூணாய் மாற்றப்பட்டாள். യോനായോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം. ஆமென். யோனாவை குறித்து வாசிக்கும்போது ആമി അദ്ദേഹം നേരെ പോയത് നിനവയ്ക്കല്ല, തർശീസിലേക്കാ പോയത്. ஆமென். யோனா நினிவேக்கு போகாதபடி தரிசிக்கு போனார். ആമി ദൈവ ശബ്ദം തന്നോട് കേൾപ്പിച്ചല്ലോ, ആമി നീ നിനവയ്ക്ക് പോകണമെന്ന. அவன் தேவனுடைய வார்த்தை உண்டாயிருந்தது, நீ நினிவேக்கு போக வேண்டும் என்று சொல்லி. എന്നാൽ അത് കഴിഞ്ഞിട്ട് ആമി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ ஆமென் വായിക്കുന്നുണ്ട്. ஸ்தோத்திரம். பிற்பாடு கீழ்ப்படியாதது நிமித்தமாக எவ்வளவு வேதனைகளை யோனா அடைந்தார் என்று சொல்லி வேதத்திலே பார்க்கிறோம். അവസാനം തർശീസിന് കയറിയവനെ ആമി മത്സ്യം കൊണ്ട് നിനവെ ഛർദ്ദിക്കാനിടയായി. ஆமென் ஸ்தோத்திரம். தர்சீசுக்கு யாத்திரை செய்த மனுஷனை ஆமென் மீன் விழுங்கி ஆமென் எவ்வளவு கஷ்டங்கள் சம்பவித்தது என்று பார்க்கிறோம். 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും ഇതേ 1-ാം അധ്യായത്തിൽ സംസാരിച്ച ദൈവം ആമി 3-ാം അധ്യായത്തിൽ വീണ്ടും യോനയോട് സംസാരിപ്പാനിടയായി. முதலாவது யோனாவோடு பேசுற அதே தேவன் 3ஆம் அதிகாரத்தில் வரும் பொழுதும் மறுபடியும் யோனாவோடு பேசுகிறார். Praise the Lord. Hallelujah. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ആ 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അനേക കാര്യങ്ങളെ കുറിച്ച് 3ആം അധികാരത്തിലെ பார்க்கிறோம். എന്തായിരുന്നു ദൈവത്തിന്റെ ലക്ഷ്യം? ആമേൻ. என்ன தேவனுடைய தீர்மானம்? ആമി ആ ദേശത്തുള്ള 1,20,000 ചെല്ലുവാനും ജനം നശിക്കാതിരിക്കാനാണ് യോനായോട് ദൈവം സംസാരിച്ചത്. சோதரன் நினிவேயில் உள்ளதான 1,20,000க்கு மேற்பட்ட ஜனங்கள் கெட்டு போகாமல் இருப்பதற்காக இந்த ஸ்தோத்திர யோனாவை தேவன் அனுப்பினார். Praise the Lord. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആമി ചിലതിനോട് ദൈവം ശക്തമായി ദൂതറിയിക്കുകയാണ്, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ஆமென். சோதரன், இன்று பகல் வேளையிலே சபையிலே ஆவியானவர் பேசுகிறார் உங்களோடு. உங்களை குறித்து தேவனுக்கு ஒரு சித்தம் உண்டு. ആ ചിന്തയോടുകൂടി പ്രാർത്ഥിച്ച് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ஆமென். கர்த்தருடைய வசனத்தை கவனத்தோடு தியானித்துக் கொண்டிருக்கிற கேட்டுக்கொண்டிருக்கிறவர்களுக்காக நான் தேவனை ஸ்தோத்திரிக்கிறேன். ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം വ്യക്തമായ ദൂതുകള് ആലോചനകൾ അറിയിക്കുവാനിടയായിട്ടുണ്ട്. சில நபருக்காக நான் ஜெபிக்கும் பொழுது தேவன் ஆவியானவர் எனக்கு ஆலோசனை தருவதுண்டு. ഇന്ന് പകൽക്കാലം അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അവരെല്ലാവരും കേൾക്ക് ഈ ആലോചന ഞാൻ അറിയിക്കുകയാണ്. ஆமென். ஸ்தோத்திரம். அப்படிப்பட்டவர்கள் இந்த இடத்துல இப்பொழுது இருக்கிறார்கள். மறுபடியும் அவர்களுக்கு ஆலோசனை சொல்லுகிறேன். ദൈവം നമ്മോട് നമ്മളെ മാനിക്കാൻ ആഗ്രഹമുണ്ട്. தேவன் நம்மை கனப்படுத்த விரும்புகிறார். ദൈവത്തിന് ആഗ്രഹമുണ്ട്. ஆமென். தேவன் நம்மை கனப்படுத்த விரும்புகிறார். സഹോദരി, നിന്നെ കൊണ്ടുവന്നത് ദൈവമാണെന്ന് മനസ്സിലാക്കണം. சகோதரனே, சகோதரியே, உன்னை இந்த இடத்துல தேவன் கொண்டு வந்தார் என்று அறிந்து கொள். ആമി യാദൃശ്ചികമായി ചന്തയ്ക്ക് പോയ സമയത്ത് കേറി വന്നതല്ല. ஆமென். சும்மா நான் வழிപോക്കായി இந்த இடத்துல வந்தவன் என்று நீ எண்ணாதே. ഇന്ന് പകൽ ദൈവമാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നെന്ന ബോധ്യത്തോടെ ആരാധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ தேவன் என்னை கொண்டு வந்தார் என்று சொல்லி ஆமென். ஸ்தோத்திரம். விரும்புகிறவர்களே, உங்களுக்காக கர்த்தரை ആ ஸ்தோத்திரிக்கிறேன். ദൈവം ഇന്ന് രാവിലെ സമയോടെ വന്നിട്ടുണ്ട്. ஆமென். அந்த தேவன் இந்த இடத்துல இருக்கிறார். ആ ദൈവ ശബ്ദത്തിന് വേണ്ടി ആര് കാതോർത്തിരിക്കും? ஆமென். தேவனுடைய சத்தத்திற்கு யார் செவி கொடுப்பார்கள்? അവരോട് ദൈവാത്മാവ് സംസാരിക്കും. ஆமென். அவர்களோடு தேவன் பேசுவார். ഇന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. விசுவாசிக்கிறவர்கள் கர்த்தரை ஸ்தோத்திரிப்போம். ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. தேவன் அற்புதங்களை നമ്മുടെ ദൈവം செய்கிறவர். അത്ഭുതത്തിന്റെ ദൈവമാണ്. தேவன் அற்புதங்களில் செய்கிறவர். നമ്മുടെ ദൈവം അതിശയം പ്രവർത്തിക്കുന്ന தேவன் ദൈവമാണ്. அதிசயங்களை നമ്മുടെ செய்கிறவர். ദൈവം അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. ஆமென். ஸ்தோத்திரம். நம்முடைய சூழ்நிலையை மாற்றுகிறவர். ചിലരുടെ
ചിലരുടെ കിടക്ക മാറ്റി വിരിക്കുന്നതാണ്, ആമേൻ. ചിലരുടെ പടുക്കൈ വിട്ട് എഴുപ്പുகிறவர், ചിലതിന്റെ സൗഖ്യത്തിന്റെ സമയമാണ്, ആമേൻ. അനേകർക്ക് സുഖം കൊടുക്കുന്ന നേരം ഇത്, ചിലതിനെ വിടുതലയിച്ച് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ആമേൻ. ചിലർക്ക് ആണ്ടവർ വിടുതலை കൊടുക്കുம்படி സുഖം തരുம்படி വിரும்புகிறார் அவர். യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ആമേൻ. അഭിഷേകം பெற்றவர்களே, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കണം. ஆவியில் ஆவியில் தேவனை துதியுங்கள். അപ്പൊ മാനുഷിക ശബ്ദം വേണ്ട, அப்ப மாம்சமான சிந்தனைகள் எனக்கு தேவையில்லை, മാനുഷിക ശബ്ദം വേണ്ട. மாம்சமான சிந்தனை எனக்கு தேவையில்லை. ദൈവവചനത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ கர்த்தருடைய வசனத்துக்கு முன்பாய் நீ இருக்கும் பொழுது ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. தேவனுடைய சத்தத்தை எனக்கு கேட்க செய்யும். ആമേൻ. സ്വർഗ്ഗം അത് ചെയ്യുക തന്നെ ചെയ്യും. ஆமென். பரலோகம் அது உனக்கு செய்து தரும். ആമേൻ. തെറ്റിപ്പോയപ്പോഴും യോന ശബ്ദം കേട്ടു, ஆமென். ஸ்தோத்திரம். ஹல்லேலூயா. வழி தட்டி போன யோனா தேவனுடைய சத்தத்தை கேட்டான். മടങ്ങി വന്നപ്പോഴും ദൈവ ശബ്ദം കേട്ടു. அவன் திரும்பி வந்த பொழுதும் அவன் தேவனுடைய சத்தத்தை கேட்டான். ആമേൻ. വചനം കേട്ട ആമേൻ നിനവേ നിവാസികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് വരുന്ന അനർത്ഥത്തെ ദൈവം മാറ്റാനിടയായി. அவன் தேவனுடைய வசனத்தை கேட்டு ஹல்லேலூயா. யோனா பேசின பொழுது நினிவேயில் உள்ள ஜனங்கள் மனம் திரும்பி அந்த ஸ்தோத்திர மலையில கர்த்தருடைய நியாய தீர்ப்பை மாற்றி போட்டார். അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ചിലത്തിന്റെ ഭവനങ്ങളിൽ ആമേൻ വ്യക്തികളിൽ തലമുറകളിൽ ആമേൻ മാറ്റങ്ങൾ സംഭവിപ്പാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. அவன் அப்படியானால் உன்னுடைய குடும்பத்திலும் ஹல்லேலூயா. உன்னுடைய பிள்ளைகளிலும் ஹல்லேலூயா. அவன் ஸ்தோத்திரம் அப்படிப்பட்ட சூழ்நிலைகளை மாற்ற தேவன் விரும்புகிறார். Praise the Lord. ஹல்லேலூயா. ഇന്ന് പകൽ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കാം. அவன் ஆவியானவர் பகல்லே உங்களோடு பேசுகிறார். ചിലതിന്റെ നാവ് ഷാർപ്പായി ആമേൻ അത്ഭുതത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കൂടി ദൈവം ചെയ്യുവാൻ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നു. அவன் உன்னுடைய வாயினுடைய வார்த்தைகளை கொண்டு அதிகாரத்தோடு தேவன் சில Praise the கிரியைகளை Lord. செய்ய ഈ விரும்புகிறார். വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ அவன் இந்த வசனத்தை கேட்டுக்கொண்டு இருக்கும் பொழுது നിങ്ങളുടെ ഭാരമേറിയ വിഷയത്തെ அவருடைய இருதயத்தினுடைய பார விஷயங்களை ആമേൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കാം. அபேசர் இயேசுவின் நாமத்தில் அதை கடிந்துகொள். അതൊരു അനുഭവമായി വെളിപ്പെടാൻ പോവാ. அது உன்னுடைய வாழ்க்கையில ஒரு அனுபவம் மாறட்டும். അത് ഈ പകൽ സംഭവിക്കാം. இந்த நேரத்தில் அது நடக்கட்டும். വിശ്വസിക്കുന്നവർ ഉണ്ടെങ്കിൽ அவன் ഈ விசுவாசிக்கிறவர்களே, പകൽ ഏറ്റെടുക്കാം. அவன் இந்த பகல்ல கைக்கொள்வீர்களாக. നമ്മൾ ശരീരത്തിൽ അനുഭവിക്കുന്ന அவன் சரீரத்தில் அனுபவிக்கிறான். ആമേൻ വേദനകളും അസ്വസ്ഥതകളും அவன் அதனுடைய வேதனைகள் எல்லாம் എന്റെ പൊന്നെ വന്നപ്പോ കൊണ്ടുവന്നത് തിരിച്ചു കൊണ്ടുപോകണ്ട. அவன் சதுரின் ஆராதனைக்கு வரும் பொழுது வேதனையோடு வந்தது போல திரும்பி போக கூடாது. ഇന്ന് പകലിനെ ശാസിക്കണം. அவன் இனி அதை கடிந்துகொள். ഈ കണ്ട മിസ്രൈമിനെ ഇനി ഞാൻ കാണത്തില്ലെന്ന് വിളിച്ചു പറയാനിടയാകണം. சதுரன் இதுவரை பார்த்த எகிப்திய தேசத்தை நான் இனி திரும்பி பார்ப்பதில்லை என்று சொல். Praise the Lord. Hallelujah. അതുകൊണ്ട് വിശ്വാസം ഉറപ്പിക്കാം. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. அவன் சதுரம் ஹல்லேலூயா. விசுவாசம் நமக்கு வளரட்டும். நம் தேவன் அற்புதங்களின் தேவன். ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ നമുക്ക് ഏറ്റെടുക്കാൻ ഇടയാകട്ടെ. அவன் தேவன் தருகிற முன் எச்சரிப்புகளை நாம் சதுரம் கைக்கொள்ள வேண்டும். സങ്കീർത്തനം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 11-ാം വാക്യം. சங்கீர்த்தனம் 7:11 இப்பொழுதுமாய் சொல்லுகிறது. தேவன் நீதியுள்ள நியாயாதிபதி, அவர் நாள்தோறும் பாவியின் மேல் சினங்கொள்ளுகிற தேவன். ഒരു ദൈവം നിമിഷം. നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. ആമേൻ. നീതിയുള്ള ന്യായാധിപതിയാ. தேவன் நீதியுள்ள நியாயாதிபதியாய் இருக்கிறார். ഇന്നുവരെ നമ്മൾ കേട്ടോണ്ടിരുന്ന പല ഭാഗങ്ങളും ஆமே ஸ்தோத்திரம். இதுவரையில நாம் கவனித்துக் கொண்டிருக்கிறோம். നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ஆமே ஸ்தோத்திரம். ஹல்லேலூயா. கர்த்தருடைய வசனத்தை விசுவாசத்தோடு கைக்கொள்ள வேண்டும். എടുക്കാത്ത പക്ഷം ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്നു ദൈവ കോപം വരുമല്ല. ஆமே ஸ்தோத்திரம். நீ கைக்கொள்ளாவிட்டால் தேவனுடைய கோபம் உன்மேல் வரும். 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മനം തിരിയുന്നില്ല എങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും. Praise the Lord. അവൻ തന്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. മതി. அவன் மனம் திரும்பாவிட்டால் அவர் தம்முடைய பட்டயத்தை கருக்காக்குவார். Praise the அவர் Lord. தம்முடைய வில்லை நாணேற்றி அதை ஆயத்தப்படுத்தி இருக்கிறார். ആമേൻ. ഒരു ഹല്ലേലൂയ പറയാമോ? ஹல்லேலூயா. അപ്പൊ എന്തിനാണ് ദൂതുകൾ അറിയിക്കുന്നത്? எதற்காக இந்த தேவனுடைய ஆலோசனை சொல்லுகிறார்கள்? ആമേൻ. ഒരു മടങ്ങി വരവിന് വേണ്ടിയാ. நீ திரும்பி வர வேண்டும். ഒരു മടങ്ങി വരവിന് വേണ്ടിയാ. நீ திரும்பி வர வேண்டும். ആമേൻ. ആത്മാവിൽ
ആത്മാവിലൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയാ. ആമേൻ സ്തോത്രം. ആവിയിൽ നീ ആമേൻ. ജപിപ്പதற்காக. ആത്മസത്യത്തിൽ നമ്മൾ ദൈവത്തിന് സന്തോഷിക്കാനാ. ആമേൻ. ആവിയിൽ നിറഞ്ഞ് കളി കൂറുம்படியாக. ആമേൻ. നമുക്ക് ഒരു സന്തോഷം വരുന്നത് ലോകത്തിന് ഇഷ്ടമല്ല. ആമേൻ. നാം സന്തോഷിപ്പത് ഉലകത്തിற்கு பிரியமில்லை. എന്നാൽ നാം സന്തോഷിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നമ്മുടെ സന്തോഷത്തെ കണ്ട് സന്തോഷിക്കുന്ന ഒരു ദേവനുണ്ട്. ആമേൻ. ഇന്ന് നീ ഇവിടെ വന്നതല്ല, വരുത്തിയതാണ്. ആമേൻ സ്തോത്രം. இந்த இடத்துல நீ வந்திருக்கிறது அவன் நீயாக வந்ததல்ல, தேவன் உன்னை கொண்டு வந்தது. ஆமென் ஸ்தோத்திரம். உங்களோடு கிரியை நடப்பிப்பதற்கு தேவனுக்கு ஆமென் ஸ்தோத்திரம் இந்த பகல்ல நேரம் இருக்கிறது. ஹalleluya. ஆமென் ஸ்தோத்திரம். இந்த பகல் வேளையிலே கர்த்தருடைய சமூகத்திலே ஒப்பு கொடுப்போம். ஹalleluya. നമ്മുടെ കർത്താവ് വലിയവനാണ്. நம் தேவன் பெரியவர். നമ്മുടെ കർത്താവ് ശക്തിയുള്ളവനാണ്. நம் தேவன் வல்லமை உள்ளவர். വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ஆமென். ஹalleluya. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ஆமென் ஸ்தோத்திரம். கண்களை மூடி ஒரு வார்த்தை ஜெபிப்போம். ഹല്ലേലൂയ. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ஆவியில் நிறைந்து ஜெபிப்போம். കർത്താവേ, എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണം. ஆமென். என் தேவனே, என் ஜெபத்தை கேட்க வேண்டும். കുടുംബത്തിന്റെ പ്രാർത്ഥന സ്വർഗ്ഗം കേൾക്കണം. ஆமென். என்னுடைய குடும்ப வாழ்க்கையின் ஜெபத்தை கேட்க வேண்டும். പ്രാർത്ഥന കഴിഞ്ഞ് ചെല്ലുമ്പോൾ എന്റെ കുടുംബത്തിൽ നിന്നൊരു വാർത്ത ആമീൻ കേൾക്കാനിടയാകണം. ஆமென். நான் இன்று ஜெபிக்கும் பொழுது என்னுடைய குடும்பத்திலே ஒரு நல்ல செய்தி கேட்க வேண்டும். Praise the Lord. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ചില തലമുറകളിൽ ആമീൻ അത്ഭുതം ദൈവം ചെയ്യുന്നത് ആമീൻ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണെന്ന്. ஆமென் ஸ்தோத்திரம். கழிந்த நாள் நேரங்களிலே நான் ஜெபித்த பொழுது ஆவியானவர் என்னோடு பேசினார். அநேக குடும்பங்களில் ஆமென் ஸ்தோத்திரம் தாய் பெற்றவர்கள் ஜெபிக்கிறதால കാര്യങ്ങൾ തലമുറയ്ക്ക് ആശീർവാദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അവർ തകരട്ടെ നശിക്കട്ടെ എന്ന് പറയുന്നതിനേക്കാൾ അവർ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. ஆமென் ஸ்தோத்திரம். என் தலைமுறைகள் கெட்டு போகட்டும் என்று சொல்லாதபடி ஆசீர்வதிக்கப்பட வேண்டும் என்று சொல்லி நீ ஜெபிக்க வேண்டும். Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ചില നിർധനരായവർ ஆமென் സ്തോത്രം. യാതൊരു സഹായവും കിട്ടാത്ത വ്യക്തികൾ, ஆமென் ஸ்தோத்திரம். யாருடைய உதவியும் இல்லாதபடி இருக்கிறவர்கள், അങ്ങനെയുള്ള ചിലതിനെ പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിലേക്ക് മുഖാന്തരം ഒരുക്കി കൊണ്ടിരുന്നത് കാണിക്കുക. அந்த சூழ்நிலையில் இருக்கிற ஜனங்கள் ஆமென் தேவன் ஒரு வழிகளை திறந்து உன்னிடத்திலே கொண்டு வருவார். ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ അവർ നിന്റെ മുമ്പിലേക്ക് വരുത്തിയ ദൈവം സന്തോഷിക്കും. உனக்கு முன்பதாக வருகிறவர்களுக்காக நீ ஜெபிக்கும் பொழுது தேவன் மிக சந்தோஷப்படுவார். യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിൻ നാമത്തിൽ നടക്കട്ടെ. ദൈവസന്നിധിയിൽ ശക്തരായി പ്രാർത്ഥിക്കാം. ആമേൻ. ദേവ വല്ലമയോട് കർത്തരുടെ സഭത്തിലെ ജപിப்போம். ഇന്ന് പകൽ എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ചേർന്ന് നമുക്ക് ജപിக்க வேண்டும். ആ പ്രാർത്ഥനയ്ക്ക് ഒരു ബലമുണ്ട്. ആമേൻ. அந்த ஜெபத்துக்கு ஒரு வல்லமை உண்டு. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. ആമേൻ. அந்த ஜெபத்திற்கு ஒரு வல்லமை உண்டு. പ്രാർത്ഥിക്കുന്നവർ ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങുക. ജപിക്കുന്നവர்கள் ബലത്തോടെ ജപിக்க வேண்டும். എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ. എല്ലാവരും ജപിക്കുമ്പോൾ റീനയ്ക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിക്കാം. ആമേൻ. റീനയ്ക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആമേൻ. ഇരിക്കുന്നവർക്കാக റീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഓർപ്പിക്കുന്നു. റീനാളുക്കാக എസ്എംസി റീനാളുക്കാக ജപിக்க ആവിയാനവർ ഏവുகிறார். പ്രാർത്ഥിക്കുക. എല്ലാവരും ജപിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി ദൈവം ചെയ്യട്ടെ. ആമേൻ. ഒരു അതിശയം അങ്ങേ നടക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സംഭവിക്കട്ടെ. இந்த நேரத்தில் நடக்கட்டும். ദൈവനാമം മഹത്വമായി തീരട്ടെ. യേശുവിൻ നാമத்துக்கு മഹിമ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ദൈവം മാനിക്കാൻ ശക്തനാണ്. ആമേൻ. ദൈവം കനപ്പെടുത്ത വല്ലവൻ. യെശയ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ യേശയ്യ 14-ാം അധികാരം അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 24-ാം വചനം இப்படி சொல்லுகிறது. நான் நினைத்திருக்கிறபடியே நடக்கும். ഞാൻ നിനച്ചത് തന്നെ ஆமென். നടക്കും. நான் நினைத்திருக்கிறபடியே உனக்கு அது நடக்கும். நான் நிர்ணயித்தபடியே நிலை நிற்கும். മതി. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്. എന്തൊരു ശക്തമാ! സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് വിളിച്ചു പറയുക. ആമേൻ. ദേവനാകിയ കർത്താവ് ആണയിട്ട് சொல்லுகிறார். ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും. ഞാൻ വിചാരിച്ചതേ സംഭവിക്കത്തുള്ളൂ. നിனைத்ததே അത് നടക്കുമെന്ന് ചൊല്ലി. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ആമേൻ. ഞാൻ ചിന്തിച്ചതേ അത് നടക്കുമെന്ന് ചൊല്ലി. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം ഒന്ന് എഴുതി വെക്കാമോ? ആമേൻ. ഉങ്ങളുടെ ഹൃദയത്തിൽ இந்த വചനത്തെ குறித்து கொள்ளுங்கள். മുന്നറിയിപ്പ് തരുന്നവൻ, ആമേൻ. സ്തോത്രം. മുൻ ആലോചന എച്ചരിപ്പ് നിന്റെ തരുന്നവർ, ഭാവി അനുഗ്രഹമാക്കാൻ
ആമേൻ ഉன்னுடைய வாழ்க்கை ஆசீர்வதிக்கப்பட ആമേൻ ദൈവാത്മാ ആഗ്രഹിക്കുമ്പോൾ தேவ ஆவியானவர் விரும்பும்போது ഇന്ന് പകൽക്കാലം ആ വചനം ഉള്ളിൽ ആമേൻ കത്തിക്കൊണ്ടിരിക്കട്ടെ. ஆமென் இந்த வசனமானது உன் இதயத்திலே கொழுந்து விட்டு எரியட்டும். Praise the Lord. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ആമേൻ സഹോദരൻ നമ്പുവதற்கு ഏറ്റെടുക്കാൻ ഈ രാവിലെ കഴിയുമോ? ആമേൻ ഇதை கைக்கொள்வீர்களா நீங்கள்? അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. அப்படிப்பட்டவர்களுக்காக ஸ்தோத்திரிக்கிறோம். നിർണയിച്ചത് സംഭവിക്കും. ஆண்டவர் விரும்பின காரியம் அப்படியே நடக்கும். എന്നാൽ നിർണയിച്ചത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ஆமென் சகோதரன் தேவன் விரும்புகிற காரியம் உன் வாழ்க்கையில ഒരു நடக்கும். മടങ്ങി വരവ് ஆமென் വരണം. சகோதரன் ഹല്ലേലൂയ നീ திரும்பி வர അതല്ലേ வேண்டும். നിനവയ്ക്ക് സംഭവിച്ചത്. அதுதான் நினிவே பட்டணத்திலே நடந்தது. 1,20,000 ചില്ലുവാനും നശിക്കാനായി പിശാച് പ്ലാൻ ചെയ്തപ്പോൾ ஆமென் 1,20,000 മേൽപ്പെട്ട ജനങ്ങളെ പിശാചാനവൻ അഴിക്ക ചിന്തിച്ച പൊழுது അവർ മടങ്ങി വന്നു. രാജാവും അവിടെ ഉള്ളവരും അതുപോലെ മൃഗങ്ങൾ വരെ അവർ ഉപവാസം എടുത്തപ്പോൾ അത് ദൈവം മനസ്സിൽ വെച്ചിരുന്ന പ്ലാനുകളെ എന്റെ കർത്താവ് മാറ്റി വെച്ചു. அவர்கள் மனம் திரும்பின பொழுது தேவன் அழிக்க வேண்டும் என்று எண்ணிக்கொண்டிருந்த அந்த காரியத்தை அவர் மாற்றி போட்டார். ഇന്ന് പകൽ എത്ര പേര് ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാൻ എത്ര പേർ ദൈവ പ്രസന്നത്തെ അനുഭവിக்கிறீர்கள்? തകർച്ച മാറ്റുന്ന ഒരു ദൈവം, ഉടൈந்து പോനதை മാറ്റുகிறவர், ആരുമില്ല എന്ന് ഏകാന്തത തോന്നുന്ന അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം, അവൻ ഒന്നുമില്ലയെ തനിമയിൽ ഇരിக்கிறேனே എന്ന് ചിന്തിக்கிறதை മാറ്റുகிறவர், എന്റെ കൂടെ എന്റെ യേശു ഉണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ആമേൻ സഹോദരൻ എൻ ദേവൻ എന്നോട് இருக்கிறார் എന്ന് നമ്പുகிறവர்கள் എത്ര പേർ இருக்கிறீர்கள்? എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, എന്റെ മക്കൾ കൂടില്ലെങ്കിലും എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. പ്രതീക്ഷയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ സഹോദരൻ ഉലകത്തിലെ എന്നെ നേസിക്കുന്ന കണവനോ മനവിയോ എന്നോട് ഇല്ലാവിട്ടാലും என் தேவன் என்னோடு இருக்கிறார் என்று சொல்லுகிறவர்கள் தேவனை துதியுங்கள். ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. தேவன் അത്ഭുതങ്ങളിൽ ദേവൻ. നമ്മെ ഒറ്റയ്ക്കാക്കുന്ന ദൈവമല്ല. നമ്മെ തനിപ്പടുവേ വിടുகிறവരല്ല. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞത് അത് സത്യമാണെന്ന് ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. நான் உன்னை கைவிடுகிறவல்ல இல்லை என்று சொன்ன தேவனுடைய வார்த்தையை கைக்கொள்ளுகிறவர்களுக்காக ஸ்தோத்திரிக்கிறேன். ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന് ജഡത്തിൽ ഈ ഭൂമിയിൽ കടന്നു വന്നു. ആമേൻ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു മാംസത്തിൽ വെളിപ്പെട്ടു ഭൂമിയിൽ വന്നാർ. ഹല്ലേലൂയ. എല്ലാവരുടെയും കൺമുമ്പിൽ ആമേൻ പരസ്യമായ ജീവിതം നയിച്ചു. ആമേൻ. എല്ലാവരും കാണുക എൻ ദേവൻ ഉലകത്തിലെ വാഴ്ந்தார். ഹല്ലേലൂയ. എല്ലാ പ്രവർത്തികളിലും കർത്താവിന്റെ കൂടെ ആമേൻ രഹസ്യമായിട്ടല്ല പരസ്യമായി ആമേൻ കർത്താവ് ചെയ്തത് അനുഭവിച്ചവരുണ്ട്. ആമേൻ സ്തോത്രം. இந்த பூமியிலே கர்த்தரோடு கூட வாழ்ந்து தேவனோடு கூட ആമേൻ നന്മകളെ അനുഭവിച്ചവர்கள் இந்த பூமியிலே ഉണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം അനുഭവിക്കുമ്പോൾ ഓർത്തു നോക്കണം, ആമേൻ പാവങ്ങളെ പോയി ദൈവം സഹായിച്ചു, ദരിദ്രരെ സഹായിച്ചു, ഏഴകളെ എൻ ദേവൻ സ്തോത്രം ആദരിത്താർ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുഷ്ഠരോഗികൾക്ക് സുഖത്തെ കൊടുത്താർ. എന്തെല്ലാം രോഗസൗഖ്യങ്ങൾ കർത്താവ് ചെയ്തു. എവ്വളവോ വ്യാധിസ്ഥരെ എൻ ആണ്ടവർ സുഖപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ മത്തായി സുവിശേഷം 8-ാം അധികാരത്തിലെ അങ്ങ് പാർക്കുമ്പോൾ ഏതാണ്ട് 5 അത്ഭുതങ്ങളാണ് ആ ഒരു അധ്യായത്തിൽ തന്നെ പറയുന്നത്. 5 ദേവനുடைய അത്ഭുതങ്ങൾ அந்த அதிகாரத்திலே இருக்கிறது. ഒന്ന് വായിച്ചതിന്റെ തുടക്കം മാത്രം ഒന്ന് വായിച്ചോ. 8:2. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച് മതി. ഹല്ലേലൂയ. തമിഴിലൂടെ എത്ര പേര്? அப்பொழுது குஷ்டரோகி ஒருவன் வந்து அவரை பணிந்து ஆண்டவரே உமக்கு சித்தமானால் என்னை சுத்தமாக்க உம்மால் ആകും അപ്പോൾ என்றார். അവിടെ നമ്മൾ കാണുന്നു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഒരു യേശു. அந்த இடத்துல நாம் பார்க்கிறோம் குஷ்டரோகிக்கு சுகம் கொடுத்தவர் ஒரு இயேசு. 5-ാമത്തെ വാക്യത്തിൽ இயேசு கப்பர்நகூமில் பிரவேசித்த போது 100 அதிபதி ஒருவன் அவரிடத்தில் வந்து ஆண்டவரே என் வேலைக்காரன் வீட்டிலே திமிர்வாதமாய் கிடந்து கொடிய വേദനപ്പെടുகிறான் என்று അവരെ വേണ്ടിக் കൊണ്ടാர். അവൻ കവർണ്ണഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട് കർത്താവേ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം. അവിടെ നമ്മൾ കാണുന്നു ശതാധിപന്റെ ബാല്യക്കാരന്റെ സൗഖ്യം. ആമേൻ. അங்கே நாம் பார்க்கிறோம் 100க்கு அதிபதியான வேலைக்காரன் சுகமில்லாமல் இருக்கிறதை சுகத்தை கொடுக்கிறதை பார்க்கிறோம். യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. പനി പിടിച്ച് സൗഖ്യമാക്കപ്പെടുന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ നമ്മൾ ഇവിടെ കാണുന്നു. പേതുരുവിന്റെ മാമി ജ്വരമായി ഇരിക്കും പൊഴുது അங்கே സുഖത്തെ കൊടുக்கிறதை பார்க்கிறோം. അവനൊരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്ന് പിന്നെ
പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി അവനും ഉറങ്ങുകയായിരുന്നു. തിരമാലകളിൽ വിടുതൽ കൊടുക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. കടൽ അലകളിലെ ദേവൻ വിടുതலை കട്ടளையிடுகிறவர். 28 വാക്യം. അവനക്കരെ ഗദനേസരുടെ ദേശത്ത് എത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവർക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ടു അവനെതിരെ വന്നു. ആമേ. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്ന ദൈവം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിശാസു പിടിത്തവനുക്ക് ആண்டവർ സുഖത്തെ കൊടുக்கிறார். ഇത് മുഴുവനും എന്റെ ദൈവം പരസ്യമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആമേൻ. ഉലകത്തിലെ അറിയുம்படியாக தேவன் செய்த இந்த காரியங்களை குறித்து பார்க்கிறோம். ഇത്രയും അത്ഭുതങ്ങൾ ചെയ്തിട്ടും ഇவ்வளவு ആമേൻ അതിശയങ്ങളെ ആണ്ടവർ ചെയ്തു. ആമേ. ദേശത്ത് ആമേ യേശുവിനെ വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. ഇതുവേളയെല്ലാം കണ്ടും യേശുവെ വിശ്വസിക്കാത്ത ജനങ്ങൾ കാണപ്പെട്ടാர்கள். എന്നിട്ടും യേശു ആരാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ആമേൻ. இப்படிப்பட்ட അത്ഭുതങ്ങളെ ചെയ്തും യേശു யார் என்று அவர்கள் புரிந்து கொள்ளவில்லை. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദേശത്തായിരുന്നു യേശുവിന്റെ ശുശ്രൂഷകൾ മുന്നോട്ട് പോയത്. அப்படிப்பட்ட இடத்திலே என் ஆண்டவர் ஊழியம் செய்து கொண்டு வந்தார். പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവജനമേ, ആമേൻ. இந்த இடத்திலே தேவனுடைய பிள்ளையே, എത്ര അത്ഭുതങ്ങൾ പ്രാർത്ഥനയിൽ സ്വർഗ്ഗം നമുക്ക് തരാനിടയായി. ஆமென். ஸ்தோத்திரம். நீ ஜெபித்த பொழுது எவ்வளவோ அற்புதங்களை ஆண்டவர் உனக்கு செய்திருக்கிறார். യേശുവിനെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ஆமென். இன்று நீ இயேசுவை பூரணமாய் நம்புகிறாயா? ഉറപ്പ് വിളിച്ചു പറ, ഈ എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ കർത്താവ് മറുപടി തരും. ஆமென். நீ தைரியத்தோட சொல்லு, ஆமென். ஸ்தோத்திரம். என் ஜெபத்திற்கு தேவன் பதில் தருகிறவர் என்று சொல்லி. Praise the Lord. ஹalleluya. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. കർത്തരുടെ വചനത്തിലെ ഒരു വചനം இப்படி சொல்கிறது. 81 സങ്കീർത്തനം അതിന്റെ 10ാമത്തെ വാക്യം. 81 10ஆம் வசனத்தை சங்கீதத்தை வாசிக்க கேட்போம். உன்னை எகிப்து தேசத்திலிருந்து பண்ணின உன் தேவனாய் கர்த்தர் நானே. உன் வாயை விரிவாய் திற, நான் அதை നിരപ്പുവേൻ. മിസ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഇന്ന് പകൽ സഭയെ നോക്കി ദൈവാത്മദൂതൻ അറിയിക്കുകയാണ്, നീ പല ആവശ്യങ്ങളുമായി ദൈവാലയത്തിലേക്ക് വന്നു, നിന്റെ വായെ തുറക്ക, ഞാൻ നിറയ്ക്കുന്ന ദൈവമാണ്. தேவன் உன்னோடு சபையோடு பேசுகிறார். நீ அநேக காரியங்களுமாக இந்த இடத்துல வந்திருக்கிறாய். வாயை விரிவாய் துற, அவர் உன்னை நிறைக்கிறவராய் இருக்கிறார். യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ സ്വർഗ്ഗം അത് ചെയ്യുമെന്ന്. അപേക്ഷത്തിന് പകലിലെ ആവിയാനവർ ഉന്നോട് ചൂരക്ക് കിരിയ ചെയ്യുവാൻ, നിന്റെ കണ്ണുനീർ ഒപ്പുന്ന പകലായി മാറുമെന്ന്. കണ്ണുനീർ മാറ്റുகிறவர். ഹല്ലേലൂയ. എങ്ങനെ എന്റെ ഭാരം മാറും? അവൻ എപ്പടി എൻ വേദനകൾ മാറും? ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ കണ്ണുനീര് ഒപ്പിയടിക്കുന്ന ദൈവമാണ്. ദേവാവിയാനവർ ഉന്നോട് പേசுகிறார், ഉൻ കണ്ണീரை துடைக்கிறவர் நான் என்று. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്ന സ്വർഗ്ഗമാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അവൻ മനുഷ്യനാൽ ഉനക്ക് ഉദവി ചെയ്യാൻ முடியாததை தேவன் செய்கிறவராய் இருக்கிறார் இந்த இடத்திலே. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയ മഹത്വവാനാണ്. അവൻ ദേവൻ എவ்வளவு വല്ലമയും അത്ഭുതമുള്ള ദേവനാണ്. ആവർത്തനത്തിൽ പറയുന്നത് അവൻ പുരാതനനായ ദൈവമാണ്. അവൻ ഉപാഗമ പുസ്തകത്തെ വാസിക്കും പൊழுது അവൻ അനാദിയായി இருக்கிறவர் அவர் தேவൻ. സർവ സൃഷ്ടിക്കും മേളിലാണ്. അവൻ സദൃവലേ സർവ സൃഷ്ടിക്കും മേലാനவர் அவர். എന്നിട്ടും ആർക്കും അവനെ അറിയത്തില്ല. അവൻ സദൃ അപ്പടി ഇരുന്നും அந்த தேவனை ஜனங்கள் அறியவில்லை. അവരൊക്കെ പറഞ്ഞു ഇത് യോസേഫിന്റെ മകനാ. അവൻ സദൃ അനേക ജനങ്ങൾ சொன்னார்கள், இயேசுவை இவன் யோசேப்பின் மகன் ഇത് என்று. മറിയയുടെ മകനാ. അവൻ ഇത് മറിയാളിൻ മകൻ ഇത് என்று. തച്ചന്റെ വീട്ടിലുള്ളതാ. അവൻ സദൃ ഇത് അവൻ സദൃവലേ തച്ചനുடைய മകൻ என்று. ഇത്രയൊക്കെ അത്ഭുതം ചെയ്തിട്ടും ആ യേശുവിനെ അറിയേണ്ടവണ്ണം അറിയാൻ ആ ജനത്തിന് കഴിഞ്ഞില്ല. தேவன் எவ்வளவோ அற்புதங்களை செய்தும் இயேசுவை அறிய வேண்டிய விதத்தில் இவர்கள் அறியவில்லை. അവര് ചിലര് പറഞ്ഞു ഇവന് ഭൂതമുണ്ടെന്ന്. அவன் சதர இதில் அநேகர் சொன்னார்கள், இவன் பிசாசு பிடித்தவன் ഇവൻ என்று. ഭ്രാന്തനാണെന്ന്. அவன் சதர பைத்தியக்காரன் என்று. ആമേ കല്ലെടുത്തെറിയാനായിട്ട് അവൻ യേശുவை കല്ലെടുത്ത് എറിവதற்கு. ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ആമേ ഇവർക്കാർക്കും യേശു ആരാണെന്നുള്ള വ്യക്തത ഇല്ലായിരുന്നു. അവൻ സതര இப்படியெல்லாம் சிந்திச்சிட்டும் இயேசு யார் என்று அவர்கள் அறிந்து கொள்ளவில்லை. കൂടെ നടന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഉയരത്തിലേക്ക് പോയി ആമേ നമ്മൾ വിശ്വാസത്താൽ ആ യേശുവിനെ മുറുകെ പിടിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. கூட சஞ்சரித்தவர்கள் இயேசுவை நம்பாமல் இருந்தும் இப்பொழுது ஸ்தோத்திரம் தேவனை அறிந்திருக்கிற மக்களுக்காக ஸ்தோத்தரிக்கிறோம் நாங்கள். ഇന്ന് പകൽ ദൈവസന്നിധി വന്നവരെ,
இந்த நேரத்திலே தேவனுடைய சமூகத்தில் இருக்கிற നമുക്ക് தேவனுடைய பிள்ளையே, വിശ്വാസത്തെ മുറുകെ പിടിക്കാം, ஆமென், நம்முடைய விசுவாசத்தை நம்ம ஸ்தோத்திரம் ஹல்லேலூயா, പ്രത്യാശയെ മുറുകെ പിടിക്കാം. ஆமென், நம்பிக்கையை பலப்படுவோம். ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ നീതിമാനായ ദൈവത്തിന്റെ വാക്കുകളെ അവഗണിക്കരുത്. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. நமக்காக கிரியை நடப்பிக்கிற நீதிமானாகிய தேவனுடைய வார்த்தை தள்ளி போடாதே. ഒരു ദിവസം ഞാനൊരു സ്തോത്ര ക്ലിപ്പ് കണ്ടപ്പോഴ്, ഞാനൊരു വീഡിയോയുടെ ക്ലിപ്പ് കണ്ടപ്പോഴ് ஆமென், ஸ்தோத்திரம் கழிந்த நாளிலே ஒரு வீடியோ கிளிப்பை நான் பார்த்தேன். യുഎസിലെ സ്തോത്രം ഇവിടുത്തെ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റാണ് വാൾമാർട്ട് എന്ന് പറയും. ആ വാൾമാർട്ട് സൂപ്പർ മാർക്കറ്റ്, ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. அமெரிக்காவிலே ஒரு சூப்பர் மார்க்கெட்டை குறித்து பேசுகிறார். ആ മാർക്കറ്റിനകത്ത് ഒരുത്തൻ വീഡിയോയും മൈക്കുമായിട്ട് പോയിട്ട് ഓരോരുത്തർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് യേശുവിനെ ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ஆமென், ஸ்தோத்திரம். அந்த மார்க்கெட்டுக்குள்ளே ஒருவன் மைக்கும் கொண்டு போய் அவன் ஒவ்வொரு மனிதனாக அங்கே கேட்கிறான், நீ இயேசுவை கைக்கொள்ளுகிறாயோ? അവൻ ചോദിച്ച പലരും ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന, എനിക്ക് ആവശ്യമില്ലെന്ന് അങ്ങനെയൊക്കെ പറയുന്ന കുറെ പേരെ കാണാനിടയാ. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. அவர்களுக்கு அதுக்கு மறுபடி இயேசு எங்களுக்கு தேவையில்லை என்று சொல்லி தள்ளி போடுகிறதை குறித்து அங்கே பார்க்கிறோம். കുറെ ആൾക്കാരോട് അവൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഇതേ വാക്ക പറയുന്നത്, എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്കറിയണ്ട, നിങ്ങൾ പോ എന്നൊക്കെയാണ് അവർ പറയാനിടയാ. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. அநேக ஜனங்களோடு இவர் பேசும் பொழுது ஆமென், அது எங்களுக்கு வேண்டாம் என்று சொல்லி தள்ளி போடுகிறதை அங்கே பார்க்கிறோம். അവസാനം ഒരു വീൽ ചെയറിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ആ കടയിൽ വന്ന് സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാളോട് ചോദിച്ചു. அவன் நடக்க முடியாத ஒரு திமிர்வாதக்காரன் வீல் சேர்ல வந்த பொழுது അയാൾ പറഞ്ഞു, அவனிடத்தில் கேட்டார். അയാൾ പറഞ്ഞു, ആമേൻ, ഞാൻ ഇന്നും ആളിനോട് സംസാരിച്ചിട്ടാ വന്നെന്ന്. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. அந்த மனுஷன் சொன்னார், நீ சொல்லுகிற இயேசுவோடு நான் பேசிவிட்டு இப்பொழுது வருகிறேன் என்று சொல்லி. പലർക്കും യേശുവിനെ വേണ്ട, എന്നാൽ വേണ്ടത് ചിലതിനെ സ്വർഗം വേർതിരിച്ചിട്ടുണ്ട്. ஆமென், ஸ்தோத்திரம். அநேகருக்கு இயேசுவே தேவையில்லை, ஆனால் தேவனுடைய பிள்ளைகளே, தேவனுக்கு பிரியமானவர் அநேகரை தேவன் வேறுபடுத்தி இருக்கிறார். Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. പത്രവാർത്തകളിലൊക്കെ കേട്ട് കാണും, യുകെയിലൊക്കെ സ്തോത്രം, അവിടെ പള്ളികളെല്ലാം മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ വേർതിരിച്ചോണ്ടിരിക്കുക. ஆமென், பேப்பர் நியூஸ்கள் எல்லாம் படித்திருக்கிறோம் அல்லவா? ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. லண்டனில் யூகேயில் எல்லாம் ஸ்தோத்திரம் ஆராதனை ஜபாலயங்கள் எல்லாம் ஆமென், ஸ்தோத்திரம் தள்ளப்பட்டு போகிறது. എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു പള്ളി, ആ പള്ളി കല്ലുകൊണ്ട് കംപ്ലീറ്റ് പണിതേക്കുന്നത് കാണാൻ വൃത്തിയുള്ളതാ. അവരോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതിപ്പോ ലേഡീസ് ഹോസ്റ്റൽ ആക്കിയത്. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. இவர்கள் லண்டனிலே போய் இருந்த பொழுது பாஸ்டர் பார்த்ததான ஒரு சர்ச், அந்த சர்ச்சை இப்பொழுது ஸ்தோத்திரம் ஹல்லேலூயா லேடீஸ் ஹாஸ்டலாக மாற்றப்பட்டிருக்கிறது. പലരും യേശുവിനെ പലർക്കും വേണ്ട. ஆமென், ஸ்தோத்திரம். இயேசு இப்பொழுது யாருக்கும் தேவையில்லை. പള്ളികളിൽ ആത്മാക്കൾ വരുന്നില്ല. ஆமென், ஸ்தோத்திரம். ஜெப ஆலயங்களில் ஜனங்கள் வருவதில்லை. അങ്ങനെ ഒരു തലമുറയിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. அப்படிப்பட்ட காலகட்டத்திலே நாம் இப்பொழுது வந்திருக்கிறோம். അകത്ത് യേശു ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ ஆமென், സ്തുതിക്കുന്നു. ஸ்தோத்திரம். இயேசுவை ஏற்றுக்கொண்டவர்களுக்காக நான் தேவனை ആ ஸ்தோத்தரிக்கிறேன். യേശുവിനെ അവഗണിച്ച പലർക്കും സംഭവിച്ചത് തിരുവചനം നമ്മെ ഓർപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ സ്വീകരിക്കുന്നവർ അവർ അനുഗ്രഹിക്കപ്പെടും. ஆமென், ஸ்தோத்திரம். இயேசுவை ஏற்றுக்கொள்ளாதவர்களுக்கு நடந்த சம்பவங்கள் வேதம் சொல்லும் பொழுது இன்று இயேசுவை ஏற்றுக்கொண்டவர்களுக்காக நான் கர்த்தரை ஸ்தோத்தரிக்கிறேன். ലംഘനം ക്ഷമിച്ചും പാപം കിട്ടിയവൻ ആരാണെന്നാണ് നമ്മൾ കേട്ടത്. ஆமென், ஸ்தோத்திரம் ஹல்லேலூயா. ஆமென், அகர்த்தியம் கணக்கிடாதபடி ஸ்தோத்திரம். மீறுதல் അവർ மன்னிக்க ഭാഗ്യവാന്മാർ. தமிழ்ல வாசிங்க. எவனுடைய மீறுதல் எவனுடைய மன்னிக்கப்பட்டதோ மீறுதல் மன்னிக்கப்பட்டதோ, எவனுடைய பாவம் மூடப்பட்டதோ எவனுடைய பாவம் மூடப்பட்டதோ அவன் அவன் பாக்கியவான். ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ஆமென், ஹல்லேலூயா. അങ്ങനെയാണെങ്കിൽ ഭാഗ്യപദവിയിലേക്ക് എത്തിക്കുന്ന സ്വർഗം ഒരു കൂട്ടത്തെ വേർതിരിച്ചോണ്ടിരിക്കുക. ஆமென், ஸ்தோத்திரம். அப்படி ஆமென், பாக்கியமான சூழ்நிலையிலே தேவன் இந்த உலகத்தில் இந்த அநேகரை மாற்றுகிறார். എന്നാൽ അതിൽ കൂടുതലെ വേർതിരിക്കുന്നത് നാശത്തിന് വേണ്ടിയാ. ஆமென், ஸ்தோத்திரம். அதிலும் அநேகர் ஸ்தோத்திரம் நாசத்துக்கு நேராக மாற்றப்படுகிறார்கள். ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, இன்று பகல் வேளையில் என்னை கவனிக்கிற தேவனுடைய பிள்ளைகளே, യേശുവിനെ വ്യക്തമായി അറിയണം. ஆமென், நீங்கள் இயேசுவை பூரணமாய் அறிந்து கொள்ள வேண்டும். യേശുവിനെ വ്യക്തമായി അറിയണം. நீங்கள் இயேசுவை பூரணமாய் அறிந்து கொள்ள வேண்டும். ഹല്ലേലൂയ. പരസ്യമായി അവസാനം യേശു കാൽവറിയിൽ മരിച്ചു. ஆமென், ஸ்தோத்திரம். வெளிப்படையாகவே ஆமென், ஸ்தோத்திரம், சிலுவையிலே இயேசு மரித்தார். Praise the Lord. ஹல்லேலூயா. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ ആ ശക്തി അല്ലെ മഹത്വം വേണ്ട വിധത്തിൽ ആൾക്കാർ കണ്ടില്ല. ஆமென், ஸ்தோத்திரம். தேவனுடைய இயேசு கிறிஸ்துவின் வல்லமையை ஆமென், ஸ்தோத்திரம் ஹல்லேலூயா, ஜனங்கள் பூரணமாய் அறியவில்லை. കർത്താവ് തീരുമാനിച്ചു, ஆமென், தேவன் ஆமென் நிலைத்தார். എന്റെ ഒരു ചിന്തയാ,
என்னுடைய ஒரு ஆலோசனை ആമേൻ, சொல்லுகிறேன். സ്തോത്രം. എന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കെങ്കിലും ഞാൻ ആരാണെന്നൊന്ന് തെളിയിച്ചു കൊടുക്കണം. ஆமென் ஸ்தோத்திரம். என்னோடு கூட வருகிற சீசர்களுக்காவது நான் யார் என்று அவர்களுக்கு வெளிப்படுத்தி கொடுக்க കർത്താവ് வேண்டும். നേരെ കൊണ്ടുപോയി മർക്കോസിൽ 9 ஆமென் ஸ்தோத்திரம். மார்க்கு எழுதின சுவிசேஷம் 9ஆம் அதிகாரத்திலே இவர்களை இயேசு கொண்டு போகிறார். ആമേൻ, അതിന് നമ്മൾ പറയുന്ന മോറി ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറുരൂപമല എന്ന് നമ്മൾ പറയുന്ന ആ സ്ഥലത്ത് മലയിലേക്ക് കൊണ്ടുപോയി. ஆமென் ஸ்தோத்திரம். நாம் சொல்லுகிறபடியான மறுரூப மலையிலே இவர்களை கூட்டி கொண்டு போகிறார் அவர். അവിടെ ചെന്ന് കഴിയുമ്പോൾ ആമേൻ അവിടുത്തെ സംഭവങ്ങളെല്ലാം ആ വേദഭാഗത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ஆமென். அங்கே போகும் பொழுது அங்கே நடக்கிற காரியங்களை குறித்து அங்கே நாம் வாசிக்கிறோம். നമ്മൾ അവിടെ വായിക്കുന്നത് ആമേൻ ആർക്കും ലോകത്തിൽ വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അതുപോലെ വെള്ള വസ്ത്രത്തെ അവർ കാണാനിടയായി. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. இயேசு மறுரூபப்பட்டு அவருடைய வஸ்திரம் வெண்மையாய் இருக்கிறதை ஒரு வண்ணானாலும் வெளுக்க முடியாத ஒரு வெண்மையை அங்கே பார்க்கிறார்கள். அவருடைய வஸ்திரம் அவருடைய வஸ்திரம் உறைந்த மழையை போல் உறைந்த மழை போலவும் பூமியில எந்த வண்ணானாலும் வெளுக்க கூடாத வெண்மையாய் பிரகாசித்தது. ஆமென். ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ സമയമില്ല. ஆமென். அப்படிப்பட்ட காரியங்களை குறித்து அங்கே எழுதப்பட்டிருக்கிறது. நம்ம ஆமென் ஸ்தோத்திரம். പത്രോസും യാക്കോബും യോഹന്നാനും വ്യക്തമായി യേശുവിന്റെ മഹത്വം കണ്ടവരാ. ஆமென் ஸ்தோத்திரம். பேதுருவும் யோவானும் யாக்கோபும் இயேசு கிறிஸ்துவினுடைய மறுரூபத்தை பார்த்தவர்கள். ആമേൻ, അവസാനം കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ ஆமென். கடைசியாக இயேசுவின் சிலுவை மரணத்திலே வந்த பொழுது ആമേൻ ഗത്സമന തോട്ടത്തിൽ വെച്ച് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. ஆமென் ஸ்தோத்திரம். கெஸ்தமனே தோட்டத்திலே சீசர்கள் ஆமென் ஸ்தோத்திரம் இயேசுவை விட்டு ஓடி விட்டார்கள். ആമേൻ, പത്രോസ് മടങ്ങി വന്നു. ஆமென். பேதுரு திரும்பி வந்தார். ആമേൻ, ദൂരത്ത് നിന്ന് അനുഗമിച്ചു. ஆமென். தூரத்திலே நின்று கவனிக்கிறார். ഹല്ലേലൂയ. ഒരു സ്ത്രീ പറഞ്ഞു, ഇവനും യേശുവിന്റെ കൂടെ ഉള്ളവരാ. ஆமென் ஸ்தோத்திரம். பேதுரு ஆமென் ஸ்தோத்திரம். பேதுருவை ஒரு ஸ்திரியானவள் சொல்கிறார், இவன் இயேசுவோடு கூட இருந்தவன் ആ என்று. മനുഷ്യൻ പറഞ്ഞ അവസാനം എനിക്ക് അവനെ അറിയത്തില്ല. ஆமென். பேதுரு அந்த ஸ்திரியோடு சொல்கிறார், ஆமென், இயேசுவை எனக்கு தெரியாது என்று சொல்லி. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ആരെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ஆமென் സ്തുതിക്കുന്നു. ஸ்தோத்திரம். ஹல்லேலூயா. இன்று பகல் வேளையிலே இயேசுவை அறிகிற தேவனுடைய பிள்ளைகளுக்காக கர்த்தரை ஸ்தோத்திரிக்கிறேன். ഇങ്ങിപ്പൊട്ടി കരയുന്ന ദൈവ പൈതലേ, இருதயம் நொந்து வேதனைப்பட்டு அழுகிற தேவனுடைய பிள்ளையே, ഹൃദയം നുറുങ്ങിയവർക്ക് ഈ കർത്താവ് സമീപസ്ഥനാണ്. ஆமென் ஸ்தோத்திரம். இருதயம் நொறுக்கப்பட்டவர்களுக்கு இயேசு சமீபமாய் வருகிறார். മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ஆமென். ദൈവമാണ്. நறுங்குண்ட இருதயத்தை அவர் புறக்கணிக்கிறவர் அல்ல. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മഹത്വം അമ്മേ അന്നേരവും ഇത്രയൊക്കെ മറുരൂപമലയിലൊക്കെ കണ്ടിട്ടും അമ്മീ സ്തോത്രം ആ സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറയത്തക്കവണ്ണമുള്ള വിശ്വാസമേ പത്രോസിനുണ്ടായിരുന്നുള്ളൂ. ஆமென். பாருங்கள் தேவனுடைய பிள்ளைகளே, மறுரூபமும் ஆமென் ஸ்தோத்திரம் தேவனுடைய மகிமையும் கண்ட பேதுரு இந்த ஸ்திரிக்கு முன்பதாக தள்ளி ஆமென் ஸ்தோத்திரம் மறுதலிக்கிறதை அங்கே பார்க்கிறோம். കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ கர்த்தருடைய சிலுவை மரணத்தோடுள்ள காரியம் ലൂക്കോസ് 24:50 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. லூக்கா எழுதின சுவிசேஷம் 24:50 வாசிக்கிறோம். ആ വാക്യം பின்பு அவர் பெத்தானியா வரைக்கும் அவர்களை அழைத்து கொண்டு போய் தம்முடைய கைகளை உயர்த்தி அவர்களை ஆசீர்வதித்தார். അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. அவர்களை ஆசீர்வதிக்கையில் அவர்களை விட்டு பிரிந்து பரலோகத்துக்கு எடுத்துக் கொள்ளப்பட்டார். Praise the Lord. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. Praise the Lord. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇവരെ എല്ലാം വിട്ട് സ്വർഗാരോഹണം ചെയ്തു. ആമേൻ. நம்ம இயேசு ஸ்தோத்திரம் சீசர்கள் இவர்களை விட்டு பரலோகத்துக்கு ஸ்தோத்திரம் எழுந்தருளினார். എന്നാൽ ഒരു കാര്യം, ഈ മേളോട്ട് പോയ ഈ കർത്താവിന് പിതാവായ ദൈവം ഒരു സ്ഥാനത്തെ ഏൽപ്പിക്കാനിടയായി. ആമേൻ സ്തോത്രം. യേശു പരലോകത്തേക്ക് യാത്ര ചെയ്തു പോകും പൊழுது പിതാവായ ദേവൻ അവർക്ക് ഒരു സിംഹാസനത്തെ ഒരുക്കി കൊടുത്താർ. 1-ാം അധ്യായം 21 அவரை உன்னதங்களில் தம்முடைய வலது பார்சத்தில் உட்காரும்படி செய்து எல்லாவற்றையும் அவருடைய பாதங்களுக்கு கீழ்ப்படுத்தி எல்லாவற்றையும் எல்லாவற்றாலும் நிரப்புகிறவருடைய நிறைவாகிய சரீரமான சபைக்கு அவரை எல்லாவற்றிற்கும் மேலான തലയാക തന്തരുളിനാർ. സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും. ഒന്നോർത്ത് നോക്കിയേ, എന്റെ കർത്താവിനെ ആരും അംഗീകരിക്കാതെ
റിജക്ട് ചെയ്ത ലോകത്തിന്റെ മുമ്പിൽ പിതാവായ ദൈവം ഒരു സ്ഥാനം ഏൽപ്പിക്കുക. ஆமென். ஸ்தோத்திரம். இயேசு கிறிஸ்துவை கைக்கொள்ளாத இந்த பூமியிலே இயேசு பரலோகத்துக்கு போன பொழுது அங்கே பிதாவாகிய தேவன் அவருக்கு ஒரு இடத்தை ஆயத்தப்படுத்தினார். ബൈബിൾ ഉള്ളവരെല്ലാവരും ഒന്ന് എടുത്തു വായിക്കാം. ஆமென். வசனத்தை வாசிக்க கேட்போம். അതൊന്ന് വായിച്ച് കേൾക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും. இந்த വசനത്തെ എല്ലാരും ചേർന്ന് വാസിப்போம். എഫെസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം മുതൽ എഫേസ്യர்கள் நிருபம் 1:20 മുതൽ നമ്മൾ താഴോട്ട് ആ കർത്താവിന് ദൈവം കൊടുത്ത സ്ഥാനത്തെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ஆமென். இயேசு கிறிஸ்துவுக்கு ஆண்டவர் பிதாவாகிய தேவன் கொடுத்த ஆமென் பதவியை அங்கே பார்க்கிறோம். മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ആമേൻ. സ്തോത്രം. മരിച്ചവരുടെ ഇടയിൽ ഇരുന്ന് ദേവൻ അവരെ എഴുപ്പിനാർ. 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 22-ാം വചനം ഇവണ്ണം പേசுகிறது, സ്വർഗ്ഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന് നിറമായിരിക്കുന്ന തന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സ്ഥാനമാനങ്ങൾ കണ്ടോ മക്കളെ? നാം സേവിക്കുന്ന ദൈവത്തിന് പിതാവായ ദൈവം കൊടുത്ത സ്ഥാനമാ നമ്മൾ വായിച്ചു കേട്ടത്. தேவனுடைய இயேசு கிறிஸ்துவுக்கு கொடுத்ததான பதவியை பிதாவாகிய தேவன் செய்த காரியத்தை குறித்து எபேசியர்கள் நிருபத்திலே வாசிக்கிறோம். പലരും യേശുവിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ, അനേകർ യേശുவை തള്ളും பொழுது, പലരും യേശുവിന്റെ വചനത്തെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, അനേകർ യേശു ക്രിസ്തുവിന്റെ വാർത്തകൾക്ക് കീഴ്പടിയാமல் പോകുമ്പോൾ, അതിനെ ഫോളോ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, அதை பின்பற்ற முடியாதபடி போகும்போது, പിതാവായ ദൈവം പുത്രന് കൊടുത്ത സ്ഥാനമാനങ്ങളെ നമ്മൾ വായിച്ചു കേൾക്കാൻ பிதாவாகிய தேவன் குமாரனாகிய இயேசு கிறிஸ்துவுக்கு கொடுத்த உயர்ந்த பதவியை நாம் இங்கே பார்க்கிறோம். ഈ ദൈവത്തെ അറിയുന്ന ദൈവമൈതലേ, ആമേൻ. இந்த தேவனை அறிகிற தேவனுடைய பிள்ளையே, ഒരു ശക്തിക്കും നിന്നെ തകർക്കാൻ ഒക്കത്തില്ലെന്ന് വിളിച്ചു പറയാൻ കരുത്ത് വേണം. ആമേൻ. ഭൂമിയിലെ ഒരു വല്ലഭയ്ക്കും ഉന്നെ നിർമൂലമാക്കാൻ முடியாது என்று சொல்லி നീ വായിനാൽ അറിക്കയിട வேண்டும். ആമേൻ. ഈ സത്യം അറിയരുതെന്ന് പിശാച് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ആമേൻ. இந்த இயேசு கிறிஸ்துவுடைய சத்தியத்தை நீ அறிய கூடாது என்று பிசாசு விரும்புகிறான். ഒരു പനി വരുമ്പോൾ, ഒരു തലവേദന വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൂക്കടക്ക് വരുമ്പോൾ അറിയാതെ വിളിച്ചു പറയും, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലേ? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ശരീരത്തിലെ ചില വ്യാധികൾ ബലഹീനങ്ങൾ വരും பொழுது നീ சொல்லுகிறாயே, ആമേൻ, എൻ ജപത്തെ ദേവൻ കേൾക്കവില്ലേ എന്ന്. ഹല്ലേലൂയ. വിളിച്ചു പറ, എന്റെ ദൈവം ആമേൻ അധികാരം ഏറ്റെടുത്ത ദൈവമാണ്. ആമേൻ. നീ വായിനാൽ അറിക്കയിട്, യേശു അധികാരമുള്ള ദേവൻ എന്ന്. ആ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേൻ. அந்த தேவன் எனக்காக கிரியை செய்வார் என்று. ആരുടെയും മുമ്പ് തലകുനിക്കേണ്ട ആവശ്യമില്ല. ഞാൻ யாருக்கு முன்பதாக തലകുനിവതില്ല എന്ന് சொல்லு. ഞാൻ യേശുവിന്റെ പൈതലാ. ആമേൻ. ഞാൻ യേശുവിൻ പിള്ളை. ഞാൻ യേശുവിന്റെ പൈതലാ. യേശുവിൻ പിള്ളை. ഉറപ്പുള്ളവർ കരമുയർത്തി ഉറക്കെ ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്പിക്കയുള്ളവർ കർത്തരെ സ്തുതിപ്പோம். ആമേൻ. അധികാരത്തോടെ സ്തുതിക്കാം. അധികാരത്തോടെ ഹല്ലേലൂയ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദൈവമാണ്. ആമേൻ. ദേവൻ അത്ഭുതങ്ങളിൽ ദേവൻ. ചതഞ്ഞ ഓടയെ ഓടിക്കത്തില്ല. ആമേൻ. നെരിந்த സ്തോത്രം. ഹല്ലേലൂയ. നാണலை മുറിക്കാதவர். തിരിയെ കെടുത്തത്തില്ല. ആമേൻ. മങ്ങി എരിகிற തിരിയെ അവർ അടയ്ക്കുന്നവരല്ല. അത്രമാത്രം അത്ഭുതം പ്രവർത്തിക്കുവാൻ കരുത്തുള്ള യേശുവാണ് എൻ്റെ യേശു. ആമേൻ. அப்படிப்பட்ட ആമേൻ അത്ഭുതங்களை செய்கிறவர் நம் தேவன். ആരെല്ലാം വന്നാലും എന്റെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് എന്നെ മാനിക്കുക തന്നെ ചെയ്യും. எவ்வளவு எதிர்கள் காணப்பட்டாலும் என் வாழ்க்கை ஆசீர்வாதமாய் தீர்க்க விரும்புகிறவர் இயேசு. ഉറപ്പുണ്ടോ? உங்களுக்கு தைரியம் இருக்கிறதா? ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. മൗനമാകരുത്. ഹല്ലേലൂയ. മൗനമാകരുത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ, ആമേൻ, ഈ ഇടത്തിലെ ജപിച്ചു പോകും മുൻപാകെ, പ്രാർത്ഥിച്ച് ഇറങ്ങി പോകുന്നതിന് മുമ്പേ இடத்திலே ஜெபித்து இறங்கும் നമ്മുടെ ദുഃഖത്തെ ഇറക്കി വെക്കാം. ആമേൻ. நமது வேதனைகள் இந்த இடத்திலே இறக்கி வை. ആമേൻ. ഒരു നല്ല ഡോക്ടറായി, ആമേൻ, നമുക്ക് ഒരു നല്ല വൈദ്യരാക, ആമേൻ, നല്ലൊരു വൈദ്യരായി, ആമേൻ, നമുക്ക് ഒരു നല്ല വൈദ്യരാക, നല്ലൊരു യോദ്ധാവായി, ആമേൻ, നല്ലവരു നല്ലൊരു പിതാവായി, നല്ലൊരു പിതാവാക, നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു സ്നേഹിതനാക,
നല്ലൊരു മണവാളനായി நல்லவர் மணவாளனாக ഇന്ന് പകലിവിടെ വന്ന യേശുവിനെ அவன் இந்த இடத்துல இருக்கிற இயேசுவை അറിയുന്നവർക്കായി സ്തോത്രം. நீ அறிகிறபடினால കരം തട്ടി ആത്മാവിൽ ഏറ്റെടുക്ക. அவன் ஆவியில் கைக்கொள்ளுங்கள் വിശ്വാസമുള്ളവർ ഏറ്റെടുക്ക. விசுவாசத்தோடு கைக்கொள்வீர்களாக പകൽ ദൈവ ശക്തി ആവരിക്കട്ടെ. அவன் சோதர தேவனுடைய வல்லமை வெளிப்படுகிறது അവഗണിക്കരുത്. அவன் சோதர தள்ளி போடாதே ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കല്ലേ. கர்த்தருடைய வசனத்தை தள்ளி போடாதே നീതിമാനായ ദൈവത്തെ അപമാനിക്കരുത്. அவன் நீதிமானாகிய இயேசுவை நீ தள்ளி போடாதே മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. எகிப்து தேசத்திலிருந்து புறப்பட்டு வந்தவர்கள் தேவனை விசுவாசிக்காதவர்களை கடைசியாக தமன் நசித்து கொண்டு போட்டார் என்று பார்க்கிறோம். ഇന്ന് പകൽ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. അവൻ നമുക്ക് കർത്തരുടെ സമുഖത്തിലെ ഇന്ന് പകൽ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാം. കർത്തരുടെ വിശ്വാസത്തോടെ എത്ര പേര് അങ്ങനെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് அப்படி இருக்க விரும்புகிறார்கள்? ഇവിടെ ഇറങ്ങി പോകുന്ന ഒരു വിശ്വാസത്തിന്റെ വചനം പറയണം. അവൻ இந்த இடத்துல இருந்து போகும் பொழுது நம்பிக்கையான வார்த்தைகளை சொல்ல வேண்டும். വിശ്വാസത്തിലോടെ ദൈവത്തെ സ്തുതിക്കണം. അവൻ സ്തോത്ര നമ്പിക്കയോട് കർത്തരെ സ്തോത്രിக்க வேண்டும். ആരെങ്കിലും ഒക്കെ ചോദിക്കും നിനക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോടി, നിന്റെ പിള്ളേർക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോടാ എന്നൊക്കെ പറയുമ്പോൾ വിളിച്ചു പറ, എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ ഒരു മുടി പോലും പോകത്തില്ല. അവൻ സ്തോത്ര ഹല്ലേലൂയ. അനേകർ ഉന്നിടത്തിലെ കേൾപ്പാர்கள் உன் வாழ்க்கையிலே ஏன் இப்படி சம்பவித்தது என்று சொல்லி கேட்கும் பொழுது தேவன் என்னை கைவிடுகிறவர் இல்லை என்று நீ சொல்ல வேண்டும். ശരീരത്തിൽ രോഗമുള്ളവർ നിങ്ങളുടെ വലങ്കരങ്ങളെ ആ ഭാഗത്തേക്ക് ഒന്ന് വെക്ക്. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ. അവൻ സ്തോത്ര ഹല്ലേലൂയ. ശരീരത്തിലെ വ്യാധി ഉള്ളവர்கள் വലത് കൈകളെ வைத்தால் இப்பொழுதே സുഖമളിക്കുന്ന വല്ലമൈ വെളിപ്പെട്ടു വരും. പ്രതീക്ഷയുള്ളവർ ഒന്നിച്ച് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. അവൻ നമ്പിക്കയോടെ അവൻ സ്തോത്ര ഹല്ലേലൂയ ജപിക്കുക. ഒന്നിച്ച് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. അവൻ സ്തോത്ര ചേർത്ത് നമുക്ക് ജപിப்போம். അതിനെ ശാസിച്ചു പുറത്തു കളയാം. അവൻ அந்த வேதனையை അവൻ കടിந்துകൊണ്ട് അപ്പുറപ്പെടുത്ത്. മാനസിക സംഘർഷങ്ങൾ വിട്ടുമാറട്ടെ. അവൻ മനസ്സിലെ ഇരിക്കുന്നതാണ് അവൻ സ്തോത്ര ഹല്ലേലൂയ സങ്കൽപ്പങ്ങളെ വിട്ടുവിട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സുഖമടയട്ടെ. ഒരു പുതുജീവൻ വ്യാപരിക്കട്ടെ. പുതിയ ഒരു ജീവൻ ഉണ്ടാകട്ടെ. ഒരു പുതു ശക്തി വ്യാപരിക്കട്ടെ. പുതിയ വല്ലമൈ വെളിപ്പെടട്ടെ. ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ആവിയിൽ നിങ്ങൾ ജപിപ്പീர்கள். ആത്മാവിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാമോ? ആവിയിൽ ദേവനെ സ്തുതിയുங்கள். ഇന്ന് പകൽ യേശു ഇറങ്ങി വരുന്ന പകലാ. അവൻ യേശു നമ്മുടെ മധ്യയിലെ ഉലാവുகிறார். ജീവിതത്തെ മാറ്റിമറിക്കുന്ന പകലാ. അവൻ നമ്മുടെ வாழ்க்கையை மாற்றுகிற பகலாய் தீரட்டும். ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും. അവൻ നമ്മുടെ പകൽ ഇത് ആശീർവാദമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത് നടക്കട്ടെ. ദൈവാത്മാവിൽ ശക്തമായി പ്രാർത്ഥിക്കാം. അവൻ ആവിയിൽ ജപിப்போம். ശക്തമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ സ്തോത്രം വല്ലമയാക കർത്തർക്ക് സ്തോത്രം ഇന്ന് പകൽ ചെയ്യുന്നു. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ട്. അവൻ യേശു നമ്മോട് കൂടെ ഇരിക്കുന്നു. വിശ്വാസത്തോടെ സഭ ഏറ്റെടുക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടും. അവൻ യേശുവെ വിശ്വാസത്തോടെ കൈക്കൊള്ളുകൾ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാ. യേശു ക്രിസ്തുവിന്റെ ക്രിയ വെളിപ്പെടുമ്പടി നമുക്ക് ദൈവത്തിനെ ശക്തമായി പ്രാർത്ഥിക്കാം. അവൻ നമുക്ക് ദേവന്റെ സമുഖത്തിലെ ജപിப்போம். നമ്മുടെ ദൈവം അത്ഭുതത്തിന്റെ ദൈവമാ. ദേവൻ അവൻ സ്തോത്ര അത്ഭുതങ്ങളിൽ വിശ്വാസത്തോടെ കരമടിച്ച എത്ര പേർ വിശ്വാസത്തോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ അടിച്ച് കർത്തരെ സ്തോത്രിப்போம். പ്രാർത്ഥിച്ചു. ബാല 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 ജൂഡവാല ബാല ബാല സൈഡവാല ശിവാല ബാരി ബലക്കാര ജുഡാല ബാല സബരി ബലക്കാര ശംബാര ബാരി ബലക്കാര ബാല ജുഡവല കരവല ജുഡവല വരവല ജുഡവല വരവല ജുഡവല സമാല ബാര ബാരി ബലക്കാര ജുഡാല ബാരി ബലക്കാര തീരം തീരവരാതിര ദിരവൽക്കം പരിതരാതിരവല ജുഡവല കരവല ജുഡവല വരവല ജുഡവല വരവല ജുഡവല സമാര ബാരി ബലക്കാര കരവല ജുഡവല ഓരവരെ കരവല ജുഡവല കരവല സമാല നിന്റെ കൂടെ ഉണ്ടെന്ന് പേടിക്കണ്ടെന്നും തിരുവചനത്തിൽ കൂടി നിന്നോട് ദൂതറിയിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചു കൊള്ളുക. സ്വർഗം അത്ഭുതത്തിന്റെ ദൈവമാണ്. ആത്മാവിൽ എല്ലാവരും കരമടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാം. എത്ര പേരാ ആത്മാവിൽ ശക്തമായി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. ആത്മശക്തിയിൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തെ വാഴ്ത്താം. തകരാനല്ല മക്കളെ, തകർന്നു പോകാനല്ല മക്കളെ, തകരുന്നതിനെ ഉയർത്തി ബലപ്പെടുത്തുവാൻ. ഓരവാര വാരി ബലക്കാര ജുഡാല
മനക്കാര ചൂടാല മാറി മനക്കാര തീരം തീരവരാതിര വൽക്കം പരിതരാതിര വലം ചുടമന കരവല ചുടവല മരവല ചുടവലം ശബാല മാറി മനക്കാര ചൂടാല മരവ എത്ര പേർ ആത്മാവിൽ ചുമ്മാത് കൈയടിക്കരുത്, ചുമ്മാത് ആരും കൈയടിക്കരുത്. ബലത്തോടെ ദൈവത്തെ സ്തുതിക്കണം. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമായി நம்பிக்கையோட கரங்களை அடித்து கர்த்தரை ஸ்தோத்திரிப்போம். நம்பிக்கையோட கரங்களை அடித்து கர்த்தரை ஸ்தோத்திரிப்போம். ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ ஹalleluya ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടിന്റെ ഈരടികൾ ഒന്ന് ചേർന്ന് പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ആഗ്രഹിക്കുക. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ, അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാ. വിശ്വാസത്തോടെ ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. വല്ലവനാ വല്ലവേ വല്ലവനാ വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവേ വല്ലവനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലോ നിത്യ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലോ തിരുവചനം അതിധൈര്യവാൻ ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യവാൻ ഉരച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണരുകൾ വീശും തേങ്ങാടിയെ ഊറ്റുമവൻ. മിന്നൽ പിണരുകൾ വീശും തേങ്ങാടിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. ഉണരുകയായി ജനകോടികൾ തകരുമപ്പോൾ ദുർശക്തികളും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നും നൽകാം ക്രിസ്തുയേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നും ക്രിസ്തുയേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. കുരുടരിൽ കണ്ണുകൾ തുറക്കൂ, അത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൽ കണ്ണുകൾ തുറക്കൂ, അത് കേട്ടിടും ചെകിടർക്കുമേ. ഉടത്തുള്ളവർ കുതിച്ചുയരും പൂർവ്വമെല്ലാം സ്തുതി മുഴക്കും. ഉടത്തുള്ളവർ കുതിച്ചുയരും പൂർവ്വമെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ
ഭൂമിയിലെങ്ങും ഉയർത്തിടാ Hallelujah, yes. Hallelujah. Yes, 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 yes. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Ora namaste. Ira bala bala bala. Ira bala 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 bala. Ira bala bala bala. Ira bala 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 bala. Ira bala bala bala. Ira bala 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 bala. Ira hallelujah, hallelujah, hallelujah. Riba bala basha. Riba bala bakara basha. Yes, 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 yes. Riba bala bala riba bala basha banora basha. Amen, 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 amen. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah.